പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പിന്നിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ചൈനയ്ക്ക് അമേരിക്കയുടെ ചെക്ക്മേറ്റ്. ആദ്യം ഇറാനിലെ സുപ്രധാന എണ്ണ കേന്ദ്രത്തിൽ ബോംബിട്ട് ചൈനയുടെ ഇന്ധന വിതരണം മുട്ടിക്കുക. എന്നിട്ട് അതേ എണ്ണ സംരക്ഷിക്കാൻ ചൈനയുടെ യുദ്ധക്കപ്പലുകളെ അങ്ങോട്ട് തന്നെ ക്ഷണിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വെള്ളക്കാരന്റെ ബുദ്ധിക്ക് മുന്നിൽ കൃത്യമായൊരു മറുപടി പറയാനാകാതെ കുഴയുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ചൈനീസ് യുദ്ധക്കപ്പലുകൾ കൂടി വരണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ബീജിംഗിൽ നടക്കാനിരിക്കുന്ന ഷീ ജിൻപിങ്ങുമായുള്ള ഉച്ചകോടിക്ക് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ ചൈനയുടെ തീരുമാനം അറിയണം, ഇല്ലെങ്കിൽ തന്റെ സന്ദർശനം മാറ്റിവെക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചൈനയുടെ 90% എണ്ണയും ഈ വഴിയിലൂടെയാണ് വരുന്നതെന്നും അതിനാൽ അവർ ഈ സഖ്യത്തിൽ ചേരണമെന്നുമാണ് ട്രംപിന്റെ ന്യായം. ഇതിന് പിന്നിലെ ട്രംപിന്റെ യഥാർത്ഥ തന്ത്രം മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിൽ ഡോളറിന്റെ ആധിപത്യം തകർത്ത് ചൈനീസ് യുവാനെ കൊണ്ടുവരാൻ ഇറാനും ചൈനയും ശ്രമിച്ചിരുന്നു. യുവാനിൽ വ്യാപാരം നടത്തുന്ന കപ്പലുകൾക്ക് മാത്രം ഹോർമൂസ് വഴി യാത്രാനുമതി നൽകാനുള്ള ഇറാന്റെ നീക്കത്തെ പൊളിക്കാനാണ് ട്രംപ് ഇറാനിലെ ഖാഗ് ദ്വീപിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ഇതോടെ ഇറാന്റെ എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന ചൈന ശരിക്കും പെട്ടു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാഗ് ദ്വീപിലൂടെയാണ്. 2024 ഇറാന്റെ എണ്ണയുടെ 91% വാങ്ങിയത് ചൈനയാണ്. ചൈനയിലെ ടീപോർട്സ് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര റിഫൈനറികൾ വിലക്കുറവിൽ ഈ എണ്ണ വാങ്ങിക്കൂട്ടിയിരുന്നു. ഖാർഗിലെ ആക്രമണത്തോടെ 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ വിലവർദ്ധനമാണ് ഇപ്പോൾ ചൈനയിൽ ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 99.3 രൂപയിൽ നിന്ന് മാർച്ചിൽ ഇന്ധനവില 109.4 രൂപയായി കുതിച്ചുയർന്നു. ഗതികെട്ട് ശുദ്ധീകരിച്ച ഇന്ധനങ്ങളുടെ കയറ്റുമതി വരെ ചൈനയ്ക്ക് നിരോധിക്കേണ്ടി വന്നു. ഇത് അമേരിക്കയുടെ കൃത്യമായൊരു ഭൗമരാഷ്ട്രീയ മൈൻഡ് ഗെയിമാണ്. ഡോളറിനെ വെട്ടി യുവാനെ കൊണ്ടുവരാനുള്ള ചൈനയുടെ നീക്കത്തിന് അവരുടെ തന്നെ എണ്ണ പൈപ്പ് ലൈനിൽ ചവിട്ടിപ്പിടിച്ചാണ് അമേരിക്ക മറുപടി നൽകിയത്. ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇതാണ്: നിങ്ങളുടെ എണ്ണ വിതരണം സുരക്ഷിതമാക്കണമെങ്കിൽ നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അമേരിക്കൻ സഖ്യത്തിന്റെ കുടക്കീഴിൽ വരണം. അമേരിക്കയുടെ കൂടെ ചേർന്നാൽ അത് അമേരിക്കയുടെ ആഗോള ആധിപത്യം ചൈന അംഗീകരിക്കുന്നതിന് തുല്യമാകും. ഇറാനെ സഹായിക്കാനും കഴിയില്ല. എന്നാൽ അമേരിക്കയുടെ ക്ഷണം നിരസിച്ചാൽ ചൈനയുടെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രത പൂർണ്ണമായും തകരും. ഈ ഒരു കെണിയിലാണ് ഷീ ജിൻപിങ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ആവശ്യത്തോട് നേരിട്ട് പ്രതികരിക്കാതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ക്രിയാത്മകമായ പങ്ക് വഹിക്കാമെന്നൊക്കെയുള്ള സ്ഥിരം നയതന്ത്ര മറുപടി നൽകി വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി തടിയൂരാൻ നോക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ട്രംപ് വിരിച്ച ഈ വമ്പൻ വലയിൽ ചൈന വീഴുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ തന്നെ തന്ത്രങ്ങൾ മെനയാൻ ഒട്ടും പിന്നിലല്ല ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നതും നമ്മൾ ഓർക്കണം. സ്വന്തം സാമ്പത്തിക ഭദ്രത സംരക്ഷിക്കാൻ അമേരിക്കയുടെ വ്യവസ്ഥകൾക്ക് മുന്നിൽ ഷീ ജിൻപിങ്ങിന് മുട്ടുമടക്കേണ്ടി വരുമോ, അതോ പുതിയ മറുതന്ത്രങ്ങളുമായി ട്രംപിന്റെ ഈ കുശാഗ്ര ബുദ്ധിയെ ചൈന മറികടക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് മലയാളം.